ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി അമൃത നായർ. അധികം സീരിയലുകളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ചെയ്ത ചുരുക്കം സീരിയലുകൾ കൊണ്ട് തന്നെ ആരാധകർക്ക് അമൃത പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു. അമൃതയെ പോലെ തന്നെ അമൃതയുടെ അമ്മയും ആരാധകർക്ക് സുപരിചിതയാണ്. അമൃത തന്റെ യൂട്യൂബ് ചാനലിലൂടെ അമ്മയുടെ വിശേഷങ്ങളും ഇടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിലൊരു പുതിയ വിശേഷവുമായി എത്തിയിരിക്കുകയാണ് അമൃത. ഇന്നത്തെ വ്ലോഗ് മമ്മിക്ക് വേണ്ടിയാണ്. ഇന്ന് മമ്മിയുടെ ദിവസമാണ്. മമ്മിയുടെ ഉള്ളിലെ കുറെ വർഷമായിട്ടുള്ള ഒരു ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. അമ്മയ്ക്ക് ചെറുതിലെ മുതൽ ഡാൻസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പോയി പഠിക്കാൻ ടൈമില്ല. അമ്മയ്ക്ക് അന്നത്തെ അമ്മയുടെ സാഹചര്യത്തിൽ പോയി ഡാൻസ് പഠിക്കാനുള്ള സാമ്പത്തികവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അമ്മയ്ക്ക് എല്ലാം കൊണ്ടും അതിനുള്ള സാഹചര്യവും സമയവും ഉണ്ട്. അമ്മ കുറച്ചു നാളായി ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നാളൊന്നുമായില്ല, കുറച്ചു മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇന്ന് അവരുടെ ഡാൻസ് സ്കൂളിലെ പരിപാടി ഒരു അമ്പലത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ അതിനെ വലുതായി പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം കുറച്ചു നാളായി അമ്മയുടെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല. നിരവധി പ്രാവശ്യം വല്ലായികയൊക്കെ വന്നതാണ്. ബോഡിയൊക്കെ ഇളകുന്നത് ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ വലിയ പ്രോത്സാഹനം കൊടുത്തില്ല. അമ്മ അതൊന്നും വകവെക്കാതെ പോയതാണ്. അമ്മ ഒരു 4-5 മാസമായിട്ടാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ അമ്മയുടെ ശാരീരിക പ്രശ്നങ്ങൾ വേറെയും. അതുകൊണ്ട് എല്ലാവരും കളിക്കുന്നത് പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് അമ്മയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ പ്രായത്തിൽ, അതായത് 47 വയസ്സിൽ അമ്മ ഇത് നന്നായി ചെയ്തിട്ടുണ്ട്. ആരും ഇതിൽ പെർഫെക്ഷൻ ഇല്ല എന്ന് ബാഡ് കമന്റ്സ് ഇടരുത്. നെഗറ്റീവും പോസിറ്റീവും ഞങ്ങൾ കേൾക്കും. കളിക്കുന്നതിനിടയിൽ വല്ലായ്മ വന്നിരുന്നു. കുറച്ചു നേരം മാറി നിന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് വീണ്ടും വന്ന് കളിച്ചത്. അമ്മ ഒറ്റയ്ക്കെടുത്ത റിസ്ക് ആയിരുന്നു. ഞാനും അനിയനും ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇടയ്ക്കൊക്കെ വയ്യാതെ ആവുന്ന ആളാണ്. റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പോയി കളിക്കും. അമ്മയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ലാസ്റ്റ് അമ്മയ്ക്ക് വയ്യാതെ ആയെന്നും അമൃത പറയുകയുണ്ടായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.